ഹായ്, അസ്സലാമലൈക്കും. അനു കുക്കിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. ഇന്നൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമായി 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂൺ ചെറിയ ജീരകം ചതച്ചത്, 2 ചിക്കൻ ക്യൂബ്, 7 ചെറിയ കഷ്ണം പട്ടയും, 13 ഏലക്ക, 8 ഗ്രാമ്പു, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ വലിയ ജീരകപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ചതച്ച കുരുമുളക് എല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിടി മല്ലിയിലയും ചേർത്ത് അരമണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം. ഇതിലേക്ക് ആവശ്യമായി വലിയുള്ളിയും 3 തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. അതിലേക്കുള്ള ചതവിനാവശ്യമായി വലിയൊരു ഉണ്ട വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം. ഒരു ഉരുളിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതവ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇവിടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ്, തക്കാളി വഴന്ന ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ പാകമായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്നും മാറ്റാം. അരി വേവിക്കാൻ ആവശ്യമായി വെള്ളം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂൺ ഉപ്പ്, 7 പട്ട, 7 ഗ്രാമ്പു, 7 ഏലക്ക വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ബസുമതി അരി കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ കുതിർത്തിയെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. വാർത്തെടുത്ത് വേവിച്ച് വെച്ച ചിക്കൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കനിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചോറിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാം. ചോറെല്ലാം ചേർത്തതിന് ശേഷം പച്ചമുളക് വെച്ച് കൊടുക്കാം. ചെറിയൊരു പാത്രത്തിലേക്ക് കണലെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് മൂടി വെക്കാം. അമർന്ന് നിൽക്കാൻ വേണ്ടി ചൂടുള്ള കഞ്ഞിവെള്ളപ്പാത്രം കയറ്റി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കനമുള്ള ഒന്ന് വെച്ച് കൊടുക്കാം. മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.